ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുരൺ പോലിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുരൺ പോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ ബോളി എന്നും പറഞ്ഞറിയും. അപ്പം അതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നല്ല സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് റെസിപ്പി. അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യം നമുക്കാണെങ്കിൽ 200 ഗ്രാം കടലപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കാണെങ്കിൽ കഴുകി ഒരു 6 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഒരു പ്രഷർ കുക്കറിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ്, 200 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പുണ്ട്. 250 ml കപ്പിന് 1 കപ്പ്. അപ്പോൾ ആ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കാണെങ്കിൽ വേവിക്കാനായിട്ട് വയ്ക്കുക. ഇതൊരാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റത്തേക്ക് വേവിച്ചാൽ മതി. പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടും. നമ്മൾ 6 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്തില്ല, അപ്പം അത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അത്ര നേരം കൊണ്ട്. അപ്പോൾ ഇനി നമുക്കാണെങ്കിൽ അതിന് വേണ്ടി ആട്ട കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ചിലരൊക്കെ മൈദ ഇട്ടും ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ഇച്ചിരി കൂടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത്. അതിനകത്ത് 1 ടീസ്പൂൺ ഞാനാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട്, നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും കയ്യിലൊക്കെ ഒട്ടുന്നുണ്ടെന്ന്. പക്ഷേ ഒട്ടിയാലും നന്നായിട്ട് കുഴച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആവുന്നത് നന്നായിട്ട് പാകത്തിന് കുഴച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല. അതേ കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഒട്ടുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആട്ട കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ അത് നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 1/2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതുവരത്തേക്ക് നമുക്ക് സ്റ്റഫിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസും വീഡിയോസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോകുമല്ലേ. അപ്പോൾ അതേ നമ്മൾ ആട്ടയെ കുഴച്ച് നന്നായിട്ട് പാകത്തിനായി നന്നായിട്ട് സോഫ്റ്റായിട്ട്, നമ്മളെപ്പോഴും സ്റ്റഫ് പരാട്ട ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് സോഫ്റ്റായിട്ടേ കുഴയ്ക്കാവുള്ളൂ. ചപ്പാത്തിനെക്കാട്ടി സോഫ്റ്റ് ആവണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനും ക്രാക്സ് ചെറുതായിട്ടൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. എന്നാലും കണ്ടമാനം പൊട്ടി സ്റ്റഫിങ് പുറത്ത് വരുന്ന പാകത്തിനാവാത്ത രീതി വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കടലപ്പരിപ്പൊക്കെ വെന്ത് പാകത്തിന് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷമേ തുറക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിൽ കൂടി അരിച്ച് ഇതിൻ്റെ വെള്ളം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ല ഹെൽത്തി വെള്ളമാണ്. ഇത് നമുക്ക് സൂപ്പായിട്ടോ അല്ലെങ്കിൽ നമുക്കാണെങ്കിൽ പരിപ്പ് കൂട്ടാൻ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ആട്ട കുഴയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂട്ടാൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പകരം ഇത് ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കാണെങ്കിൽ ചൂടോടെ തന്നെ നമുക്ക് അരിപ്പയിൽ കൂടെ ഇതുപോലെ മാഷ് ചെയ്തെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ മാഷ് ആയി കിട്ടും, ചൂടോടെ ഇരിക്കുകയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ മാഷ് ഇതുപോലെ ചെയ്തില്ലെങ്കിൽ അല്ലാതെ നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ പിന്നെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ തരിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് നമുക്ക് പരുത്തിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു അരിപ്പയിലൂടെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ മോളും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അവളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പം കടലപ്പരിപ്പൊക്കെ നമുക്ക് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 200 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടില്ലേ, അപ്പോൾ 200 ഗ്രാം തന്നെ നമുക്ക് ശർക്കര വേണം. നമ്മൾ എത്ര കടലപ്പരിപ്പ് എടുത്തേക്കെന്ന് വെച്ചാൽ അളവിന് വേണം ശർക്കര എടുക്കാനായിട്ട്. അപ്പോൾ ഒരു കടായിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശർക്കരയും കടലപ്പരിപ്പും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ശർക്കരയൊക്കെ മെൽറ്റായി ഒന്ന് മിക്സായി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നിങ്ങൾ വേണമെങ്കിൽ ആദ്യം ശർക്കര മെൽറ്റാക്കിയതിന് ശേഷം കടലപ്പരിപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ആദ്യം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓർത്തത്. അപ്പോൾ ശർക്കര മെൽറ്റായി കഴിയുമ്പോൾ പിന്നെ കടലപ്പരിപ്പും ഇട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇത് ഇച്ചിരി സമയം എടുത്തായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ആയി കഴിയുമ്പോൾ നമുക്കിനകത്ത് ഏലക്കയും ജാതിക്കയും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഹാർഡാക്കേണ്ട ആവശ്യമില്ല, തിക്കാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ വേണം. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏലക്കയും ജാതിക്കയും പൊടിച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വേണം നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഫ്രണ്ട്സ്, നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്ങിനൊക്കെ നമ്മളിതുപോലെ മസാലയൊക്കെ ഇതുപോലെ ഏലക്കയും ജാതിക്കയൊക്കെ പൊടിച്ച് നല്ലൊരു മണമാണ് കേട്ടോ റൂം മൊത്തം വരുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ സ്റ്റഫിങ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വലുതാണ് നമ്മൾ ചെറുതാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ ബോൾ റെഡിയാക്കി എടുക്കാൻ, സ്റ്റഫിങ്ങിൻ്റെ ബോൾ. അപ്പോൾ അത് നമ്മൾ ആട്ടയെ കുഴച്ച് വെച്ച് ഒരു 1/2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഒത്തിരി വലുതുണ്ടാക്കുന്നില്ല കേട്ടോ. ഞാനൊരു ഇടത്തരം മീഡിയം സൈസിൽ മാത്രമേ ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി ചെറിയ ഉരുളയാണ് എടുത്തേക്കുന്നത്. ചപ്പാത്തിക്ക് നമ്മൾ ഉണ്ടാക്കത്തില്ല, അതിനെക്കാട്ടി ഒരു ഇച്ചിരി കൂടെ അധികം, അത്രയേ ഉള്ളൂ. ഒത്തിരി അങ്ങ് എടുക്കുന്നില്ല. ഗോതമ്പ് പൊടിക്കാതെ ഇതുപോലെ ഡിപ്പിയതിന് ശേഷം നടുക്ക് ഭാഗം എപ്പോഴും ഞാൻ പറയുന്ന തൊട്ട് തിക്കായിട്ട് വെക്കുക. അരി ഭാഗമൊക്കെ കനം കുറച്ച് ഇതുപോലെ ഒരു ഹോൾ ഗ്യാപ്പ് പോലെ ആക്കിയെടുക്കുക. ഇനി നമ്മൾ സ്റ്റഫിങ് നമ്മൾ റെഡിയാക്കി വെക്കുന്നില്ല, അതിനകത്ത് വെച്ചപ്പോൾ സ്റ്റഫിങ് ഇച്ചിരി അധികം വെക്കണേ, എന്നാലേ കഴിക്കാനൊരു ടേസ്റ്റ് വരത്തേ ഉള്ളൂ.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇതുപോലെ ഒട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ എക്സ്ട്രാ മേളിൽ എത്ര വരുന്നത് വെച്ചാൽ അതും കൂടെ എടുത്ത് മാവ് ഇതുപോലെ മാറ്റി കൊടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല ഇതായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതുപോലെ അമ്മയ്ക്ക് എല്ലായിടത്തും ഫില്ലിങ് സ്റ്റഫിങ് നമ്മുടെ എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിക്കകത്ത് ഒന്നും കൂടെ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ട്, ഒത്തിരി ഒന്നും അമ്മയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലെങ്കിൽ എല്ലാം പൊട്ടിപ്പറഞ്ഞ് എല്ലാം പാളിഷായി പോവും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യല്. പതുക്കെ ലൈറ്റായിട്ട് പരത്തി എടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡിൽ തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തവ ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ കയറിയും ഒട്ടിപ്പിടിച്ച ശർക്കരയൊക്കെ ഉള്ളിൽ തവയിലൊക്കെ പെട്ടെന്ന് കയറി പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നെയ്യ് ഒഴിച്ച്, നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് എന്താ വേണം, നെയ്യാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നെയ്യ് ഒഴിച്ച് തന്നെ ഉണ്ടാക്കണേ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. എല്ലാം പൊളി നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. നിങ്ങളിപ്പോൾ പൊട്ടിപ്പോയെന്ന് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം വീർത്തോളം നന്നായിട്ട് പാകത്തിനായി വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കൂടെ ഒരു പാലട പായസം കൊണ്ടിട്ട് കൂടെയാണ് നമ്മൾ നാട്ടിലൊക്കെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് മിക്സ് കൊണ്ട് എങ്ങനെയാണ് പാലട പായസം ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറന്നുപോലെ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.